നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ ഇത് തന്നെയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അല്ലെങ്കിലും CPM-ന് സ്വന്തം പല്ലിട കുത്തി നാറ്റിക്കാനുള്ള പ്രത്യേകതരം ഒരു കഴിവ്, പ്രത്യേകതരം ഒരു ആയുധം, പ്രത്യേകതരം ഒരു ആക്ഷൻ എപ്പോഴും ഉണ്ട്. അതെന്തോ അങ്ങനെ അറിഞ്ഞു കിട്ടിയതാണ്. അവർക്ക് പണ്ടേ ഉണ്ട് ആ സ്വഭാവം. എന്തായാലും ഈ പാരഡി പാട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇവരുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഊണിലും ഉറക്കത്തിലും ഈ പാട്ട് കേട്ട് പൊട്ടിത്തെറിച്ച് ഞെട്ടി എഴുന്നേൽക്കുന്നവരെയാണ് കാണുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ UDF-ന്റെ വിജയം മുഴുവനും ആ ക്രെഡിറ്റ് മൊത്തവും മുഴുവനായും കൊണ്ടുപോയത് ഈ പാരഡി ഗാനം മാത്രമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അയ്യപ്പൻ അത് ഖേദമുണ്ടായി, അയ്യപ്പന്റെ ഭക്തർക്ക് അത് വിഷമം തോന്നി, അയ്യപ്പന്റെ ഭക്തന്മാരാണ് പരാതിയുമായി വരുന്നത് എന്നൊക്കെ പറയുന്നു. എന്തേ ഈ അയ്യപ്പ ഭക്തന്മാരുടെ വിഷമവും വേദനയും ഈ ബുദ്ധിമുട്ടും ഒന്നും തന്നെ മുമ്പ് യുവതീ പ്രവേശനം നടത്തിയപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലേ, നിങ്ങൾ കേട്ടില്ലേ? അന്ന് എത്ര അയ്യപ്പ ഭക്തന്മാരെയാണ് നിങ്ങൾ പോലീസിന്റെ കാക്കി ലാത്തി കൊണ്ട് അടിച്ച് നിലംപരിശാക്കിയത്? അന്നൊന്നും എന്റെ ഈ ദുഃഖവും മനോവേദനയും നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ? മറിച്ച് അന്ന് മഹാരാജാസ് കോളേജിൽ ഫ്ലക്സ് വെച്ച സമയത്തും പോയില്ലേ ഭക്തന്മാരുടെ വേദന? ചൊറിഞ്ഞു വാങ്ങാൻ ഇവരെ പോയിട്ട് വേറെ ആരുമുള്ളൂ. മഹാരാജാസിൽ SFI വെച്ച ഫ്ലക്സിനെ കുറിച്ച് വീണ്ടും ആരും ഓർമ്മപ്പെടുത്തേണ്ടതില്ലല്ലോ. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ അത് വൈറലാണ്. അതായത് ആർത്തവ രക്തത്തിൽ മുക്കിയ അയ്യപ്പൻ, അവർ ഉദ്ദേശിച്ചത് എന്തായിരുന്നു? അതായത് പിറവി എന്നുള്ളത് ആർത്തവം എന്ന് പറയുന്ന പിറവിയുടെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ആർത്തവത്തെ വിലക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പിറവിയെ തന്നെ വിലക്കുന്നു എന്നുമാണ്. സ്ത്രീയാണ് എന്ന് തോന്നിപ്പിക്കാൻ തരത്തിൽ കാലിൽ നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്ത്രീകളുടെ കാലിൽ ഞാൻ കൂടുതലായി വിശദീകരിക്കില്ല, കാരണം ഒരു അയ്യപ്പ ഭക്ത എന്ന നിലയിൽ എനിക്ക് കൂടുതൽ വിശദീകരിക്കാനും താല്പര്യമില്ല. എന്നാലും ഈ പോസ്റ്റർ നിങ്ങൾ കണ്ടല്ലോ. SFIയുടെ ഇത്തരം കാടത്തരം കാണിച്ചപ്പോഴൊന്നും പോയില്ല അയ്യപ്പനും അയ്യപ്പ ഭക്തന്മാരുടെയും വേദന, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം. അപ്പോഴൊന്നും പോയില്ല. ഇനി എന്തിനാ നമ്മുടെ സ്പീക്കർ ഗണപതി വിത്താണെന്ന് പറഞ്ഞപ്പോഴും കൈയടിച്ച അതേ ഞമ്മന്റെ ഗണപതി വിത്ത് തന്നെയാണ്, ആർക്കെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ച് ഗോവിന്ദ മാഷിനും ഇപ്പോൾ അയ്യപ്പനെ വേണം. അപ്പോൾ അയ്യപ്പനാണ് ഇതിന്റെയൊക്കെ പ്രധാന കണ്ണി എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഈ ഏർപ്പാട് എന്തിനാ പുള്ളയെ വെച്ച് നടക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട ശക്തമായ നിലപാടുകൾ പലരും സ്വീകരിച്ചു കഴിഞ്ഞു. അല്ലെങ്കിലും ഇത്തരത്തിലുള്ള ഈ ചെറിയ കേസുകളുമായി വള്ളി പിടിക്കാനാണല്ലോ CPM-ന് പണ്ടേ താല്പര്യം എന്നാണ് പലരും പറയുന്നത്. ഇത്തരത്തിലുള്ള പാരഡി പാട്ടുകൾ അല്ലെങ്കിൽ ഗർഭം അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് മാത്രമേ അവർ മുഖവിലക്കെടുക്കുള്ളൂ. എന്തിനാ പറയുന്നു, ഈ ചർച്ച പാർട്ടി സെക്രട്ടേറിയറ്റിൽ പോലും ചർച്ചാ വിഷയമായി എന്നുള്ളതാണ്. അല്ലാതെ കള്ളക്കടത്ത് നടത്തിയ അല്ലെങ്കിൽ സ്വർണം കട്ട പത്മകുമാറിനെ മാറ്റാനോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ ഒന്നും നടന്നില്ല. ഈ പാരഡി ഗാനത്തെ എവിടെ സ്റ്റോപ്പ് ചെയ്യാമെന്നാണ് അവർ പ്രധാനമായും അന്വേഷിച്ചത്. എന്തായാലും അതിനെതിരെ പരാതി നൽകുകയും എന്നാൽ പരാതിയിലുള്ള അന്വേഷണം മന്ദഗതിയിൽ മുന്നോട്ട് പോയാൽ മതി എന്നുള്ള വിശദീകരണം വരുന്നു. കാരണം എന്തിനാണ് സ്വന്തം പല്ലിട കുത്തി നാറ്റിക്കുന്നത് എന്ന് ആരും ഇദ്ദേഹത്തിന് ഒന്ന് ഉപദേശിക്കാൻ പോലും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ദുഃഖം തോന്നുന്നത്. എന്തായാലും VD സതീശൻ വളരെ ശക്തമായി തന്നെ ഇറങ്ങിയിട്ടുണ്ട്. VD സതീശൻ മെട്രോയോട് ഹൈക്കോടതിയുടെ തീരുമാനം വരാതെ ഇത് മാറ്റരുത്, റിമൂവ് ചെയ്യരുത് എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഇവരിങ്ങനെ പേടിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. എന്തിനാണ് നിങ്ങൾ ഈ പേടിക്കുന്നത്? അതേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നു, അതിൽ നിങ്ങൾ 8 നിലയിൽ പൊട്ടി. രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട് നിരവധി പാരഡി ഗാനങ്ങൾ ഇവർ ഇറക്കി, അതൊന്നും ഏഷ്യതാകട്ടെ ഈ ഒരൊറ്റ ഗാനവും അതിലങ്ങ് വല്ലാതെ അങ്ങ് വിറളി പിടിച്ചങ്ങ് നടക്കുകയാണ്. കാരണം ഇത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലാണ് ചർച്ചാ വിഷയമാക്കിയെങ്കിൽ ഇപ്പോൾ കിട്ടിയ പല സീറ്റുകളും കൂടി പോകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അതുകൂടി മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അന്നൊന്നും പോകാത്ത ഈ പറയുന്ന ഭക്തന്മാരുടെ വേദന അല്ലെങ്കിൽ ഭക്തന്മാരുടെ ഭക്തിയെ കുറിച്ചുള്ള നിങ്ങളുടെ വ്യാകുലത അതൊന്നും ഇപ്പോഴും പോകേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ഭക്തന്മാർക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം ഞങ്ങൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതെന്ന്. അല്ല, ഇവിടെ ഇപ്പോൾ കട്ടത് അയ്യപ്പന്റെ മുതലും കട്ടുകൊണ്ട് പോയതാകട്ടെ സഖാക്കന്മാരും ഒരക്ഷരം ഒരു വാക്ക് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ലല്ലോ. എല്ലാം വളരെ കൃത്യവും വ്യക്തവുമല്ലേ? എന്തായാലും ED വരുന്നുണ്ടല്ലോ, ED കണ്ടുപിടിക്കട്ടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. എന്തായാലും വാസവൻ പത്മകുമാറിന് മാറി ഹർജി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഹർജിയിലെ തീർപ്പ് എന്ന് നടക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഇനി എന്തായാലും ഈ കിടന്ന് മോങ്ങുന്ന കരച്ചിലും അല്ലെങ്കിൽ ഈ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ തന്നെ നമ്മൾ മനുഷ്യന്മാർ കാണുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ചൂണ്ടുവിരലാണല്ലോ നമ്മുടെ ഏക ആയുധം എന്ന് പറയുന്നത്. ആ ചൂണ്ടുവിരൽ കൊണ്ട് നിങ്ങൾ യുദ്ധം നടത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ ഒതുക്കാൻ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ അതേ ആയുധം തന്നെ വീണ്ടും പയറ്റും. നിങ്ങൾ കാത്തിരുന്നോ, നിങ്ങളും തച്ചുവെച്ചോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രധാന അഭിപ്രായം.